ഏതായാലും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഡൽഹിയിൽ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഡൽഹിയിൽ എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ബേബി സാഹ് പറഞ്ഞാൽ അങ്ങനെ ഡൽഹിയിൽ വേണ്ട, കേരളത്തിൽ നടത്തിയത്. കാരണം ഡൽഹിയിൽ അവിടെ ആരും ഇല്ലല്ലോ. അല്ല, ഇവിടത്തെ കോമഡി എന്താ, ഇവിടെ അടിയായിട്ട് ഡൽഹിക്ക് പോയി. അതെ, അവിടെ ഈ പ്രതിപക്ഷ നേതാവിന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇപ്പൊ പ്രതിപക്ഷ നേതൃത്വത്തിന്റെ അവിടെ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അതെ, അവരവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടു. ഇന്നിപ്പോൾ സംസ്ഥാന നേതൃയോഗം ചേരുവാണല്ലേ? അതെ അതെ, സംസ്ഥാന നേതൃയോഗങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാകുമായിരിക്കും. എന്തുകൊണ്ട് തോറ്റു, നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് മറ്റേ സിനിമ ചോദിക്കുമ്പോൾ ഒരു ചോദ്യം ഇവിടെ വരും. അപ്പോൾ പിണറായി വിജയൻ കാരണമല്ല തോറ്റതെന്ന് എം എ ബേബി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞേ പറ്റൂ. കാരണം ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നയിച്ച ഒരാളാണ്, അല്ലേ? അതിനകത്ത് ആർജവത്തോടെ അതെ, അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇതിന് കാരണമൊക്കെ. പക്ഷെ ആർജവത്തോടെ പറയാനൊരു ധൈര്യം വേണം. നമുക്കറിയാം, വി ഡി സതീശൻ എന്ന് പറഞ്ഞായിരുന്നു ഈ 100 സീറ്റ് നേടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. അത്ര ഉറപ്പിച്ച് അത്ര ചങ്കൂറ്റത്തോടെ കോൺഗ്രസിൽ ഒരു നേതാവും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് ജനം വി ഡി സതീശനെ മുഖ്യമന്ത്രിയായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒറ്റ പ്രസ്താവനയുടെ പുറത്താണ്. ആ 100 സീറ്റ് നേടിയിരിക്കും എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ അദ്ദേഹത്തെ കളിയാക്കുകയാണ് ഇവിടുത്തെ സൈബർ സേനകളും അന്തം കമ്മികൾ. വനവാസത്തിന് പോകും, ഞാൻ വനം പതിച്ചു തരാം. അതാണ് വിവരക്കേടാണ്, അത് വിവരക്കേടാണ്. കോന്നിയിലോട്ട് ഞാൻ ഇവിടെ വനമുണ്ട്, ഇതെന്താ വനവാസം എന്ന് വിചാരിച്ചാൽ പുള്ളി വിചാരിച്ച് കാട്ടിലോട്ടൊക്കെ പോവാതെ കുടുക്കൊക്കെ എടുത്ത് രാഷ്ട്രീയ വനവാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം വിട്ടു നിൽക്കുന്നു എന്നാണ് ഈ പറഞ്ഞ എം എൽ എ ഇപ്പൊ തോറ്റപ്പോഴായിരിക്കും മനസ്സിലാവും രാഷ്ട്രീയ വനവാസം എന്താണെന്നുള്ളത്. പിന്നെ ആരും തിരിഞ്ഞു നോക്കാൻ കാണുമല്ലോ. അല്ല, ഇദ്ദേഹം രാഷ്ട്രീയ വനവാസം തൊട്ടടുത്ത വനത്തിലോട്ട് കയറാൻ എന്തോ ഭാഗ്യത്തിന് അവിടെ ജയിച്ച് വീട് വനത്തിന്റെ അടുത്താണെന്നല്ലേ? പിന്നെ വീട് വനത്തിനോട് ചിറ്റാറ് സീതത്തോട് മേഖലയിൽ. അപ്പോൾ ഈ എന്താ പറയുന്നത്, രാഷ്ട്രീയ വനവാസത്തിന് പോകും, എനിക്ക് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറയുന്ന ആ ജനപ്രതിനിധിയുടെ നിശ്ചയദാർഢ്യം. കാരണം അയാൾക്ക് അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ട്. ആ ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ജനം അയാൾ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അതല്ല അവസ്ഥ. ഇവിടെ ഒറ്റയാളെ ഉള്ളായിരുന്നു, ക്യാപ്റ്റന്റെ തല മാത്രമേ ഉള്ളായിരുന്നു. ഉറപ്പാണ് LDF എന്തായാലും ഇത്തവണത്തെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്താ അവിടെ എല്ലാം ഈ പിണറായി വിജയൻ്റെ തലയേ ഉള്ളായിരുന്നു. അപ്പം അതാണ് പിന്നീട് എല്ലാവരും പറഞ്ഞത്, പിണറായി വിജയൻ്റെ മുഖം കണ്ട് മടുത്തിട്ട് ഇതാണ് ഈ അധികമായാലും അമൃതും വിഷു. അത് ഇവർക്ക് മനസ്സിലായില്ല. അത് കിണർഗോലുവിൻ്റെ ബുദ്ധിയാണ്. കിണർഗോലു പ്രതികാരം വീട്ടാൻ വേണ്ടി ചെയ്തായിരിക്കും. എങ്കിൽ പോലും ഇത് കൗണ്ടർ എഫക്റ്റ് ആയിരിക്കും എപ്പോഴും ഉണ്ടാക്കണം. ഓവർ എക്സ്പോഷർ എന്ന് പറയുന്നത് ആർക്കാണെങ്കിലും നമുക്ക് തന്നെ അറിയാം. സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരാളുടെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണില്ല, അത് ചുമ്മാ നിരന്തരം വന്നുകൊണ്ടിരിക്കും. അതാണ് ഇപ്പം ഈ നമ്മൾ ഈ ചെറുപ്രായത്തിലൊക്കെ പ്രണയിക്കുമ്പോൾ ഈ പ്രണയിതാക്കൾക്ക് എവിടെ നോക്കിയാലും ഒന്ന് ഈ കാമുകൻ്റെ അല്ലെ കാമുകിയുടെ മുഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞ പോലാണ് ഇത്. നമ്മൾ എങ്ങോട്ടിറങ്ങി നോക്കിയാലും ഉള്ള ഭിത്തിക്കും ഉള്ള പറമ്പിലും മുഴുവൻ പിണറായിയുടെ ആരുടെ മുഖമാണ് ഞങ്ങൾ കാണരുതാത്തതെന്ന് ആഗ്രഹിച്ചോ ആ മുഖം തന്നെ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും. അതോടെ ഈ നെഗറ്റിവിറ്റി കൂടി. അല്ല, അതാണ് സംഭവിച്ചത്. അടിയന്തരാവസ്ഥ കാലത്ത് ഉള്ള രസകരമായ സംഭവം നടന്നത്. ഇന്ത്യ മുഴുവൻ സർക്കാർ ചെലവിൽ, അതായത് PRDകൾ സഞ്ജയ് ഗാന്ധിയുടെ ഇതുപോലത്തെ ബോർഡ് വയ്ക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ട്. സഞ്ജയ് ഗാന്ധി പഞ്ചായത്ത് മെമ്പർ പോലും അല്ല, ഉത്തരവിട്ട് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനത്തും ഈ കോൺഗ്രസ് ഭരിക്കുന്ന നടത്തെല്ലാം ബോർഡ് വെച്ചു. അന്നും ഇവിടെ ഫ്ലക്സ് ഇല്ല, വലിയ ഹോർഡിങ്ങൾ വെച്ചു. കേരളത്തിൽ ഉത്തരവ് വയ്ക്കാതെ ഉള്ളൂ. കേരളത്തിൽ സംഭവിച്ചത് അച്യുതാനന്ദനല്ലേ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കേന്ദ്രത്തിൽ നിർദ്ദേശം വന്നു, അത് സൗകര്യമില്ലാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, അവൻ നടക്കില്ല. അതല്ല, കേൾക്കാരനാരും സഞ്ജയ് ഗാന്ധി വലിയ താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നില്ല. വയലാർ താല്പര്യമൊന്നുമില്ല. ഇവർക്ക് കേരളത്തിൽ നടക്കാൻ സഞ്ജയ് ഗാന്ധിയിൽ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരാരും ഇതിനു വേണ്ടി ഒന്നും ചെയ്തില്ല. പക്ഷെ അതുകൊണ്ട് പറ്റിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് പിന്നെ അന്വേഷണം വന്നതിനെ കുറിച്ചല്ല. അപ്പോൾ അതാ സംസ്ഥാനങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇതിന് സമാനം പറയേണ്ടതെന്ന്. പഞ്ചായത്ത് മെമ്പറിൽ ഇവന്റെ ബോർഡ് എന്തുകൊണ്ട് വെച്ചു ഏത് വകുപ്പ് വെച്ചു ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ. ഇപ്പം ഈ ഫ്ലെക്സുകളെ കുറിച്ച് അന്വേഷണം വരണം. ഈ സർക്കാർ അധികാരത്തിലേറിയാൽ ഈ പബ്ലിസിറ്റിക്കായിട്ട് പൊടിച്ച പണം മൊത്തം കിഫ്ബി ഫണ്ടാണ്. ഈ PRDക്ക് കൊടുത്ത പരസ്യങ്ങൾ, ഈ ഇൻ്റർവ്യൂകൾ, പിണറായി വിജയൻ്റെ ഇൻ്റർവ്യൂ സർക്കാർ ചെലവിൽ മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ കൊടുക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ്. അല്ല, അതാണ്. അത് മാത്രമല്ല, ഒരിക്കലും അത് മോഹൻലാലിനെ പോലുള്ള നടനൊക്കെ ഇറങ്ങി, അത് കഷ്ടമാണ്. അത് ഒരു ശരിയല്ല. അപ്പോൾ ഇത്രയും നമ്മൾ സിനിമ നടന്മാരും മമ്മൂട്ടി കേരള ചാനലിൻ്റെ ചെയർമാനായാലും മമ്മൂട്ടി ആ സാഹസം ചെയ്യാൻ തയ്യാറായില്ല. പുള്ളി കുറച്ചുകൂടെ പ്രായോഗികമായി ചിന്തിച്ചു, ഇതാ എനിക്ക് അവസാനമായി എനിക്കിത് കുരിശാകും എന്നുള്ള സത്യം അദ്ദേഹത്തിന് മനസ്സിലായി. അല്ല, ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് കാണുമ്പോഴേ അറിയാം. ചോദ്യങ്ങൾക്കെല്ലാം ഒരു നാടകീയതയായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താ, ആര് പ്രതിപക്ഷ നേതാവാകുമെന്നുള്ളതാണ്. പിണറായി വിജയന് നല്ല മനസ്സുണ്ട് പ്രതിപക്ഷ നേതാവാകാൻ. വീണ്ടും പിണറായി വിജയനെ വെച്ച് ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നടത്തുന്ന ഒരു ചൂതാട്ടമായി പോകും ഇത്. കാരണം
ജനം അതുപോലെ വെറുത്ത ഒരാളാണ്. ആ ആളുടെ മുഖത്തോട്ട് വീണ്ടും ഇങ്ങേരെ തന്നെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ജനത്തിന് കൂടുതൽ വെറുപ്പ് ഇരട്ടിക്കത്തേ ഉള്ളൂ. അല്ല സാർ, യു ഡി എഫിനെ സംബന്ധിച്ചത് ഇയാളെ പ്രതിപക്ഷ നേതാവ് ആക്കുന്നതാണ് നല്ലത്. അവർക്ക് നിരന്തരമായിട്ട് അവർക്ക് കളിയാക്കാനുള്ള ഒരു അവസരം കിട്ടും. അല്ലെ, അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ചൊരു ട്വീറ്റ് കണ്ടായിരുന്നു KC വേണുഗോപാൽ. അതായത് കേരള BJPക്ക് KC വേണുഗോപാൽ ഇവിടെ വേണം മുഖ്യമന്ത്രിയായിട്ട്, എന്നാൽ കേന്ദ്രത്തിലെ BJPക്ക് ഇയാൾ അവിടെ വേണം. കാരണം എല്ലാം അവിടെ ഇദ്ദേഹം ഉണ്ടെങ്കിൽ ആവശ്യപ്പെടുന്നു. കാരണം അതാ വെച്ചാൽ ഇയാൾ അവിടെ ചെന്നെങ്കിലേ അവിടെ BJPക്ക് വളരാൻ പറ്റൂ. എന്തോ ഒരു കിടുക്കൻ സംഭവമായിരുന്നു അത്. ആരാണ് ഇട്ടതെങ്കിലും അതൊരു ഏതോ ഒരു മാധ്യമപ്രവർത്തനം മറ്റുമാണ് ഇത് ട്വീറ്റ് ചെയ്തത്. അത് ഇങ്ങനെ റീട്വീറ്റ് ചെയ്യുമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. അല്ല, അതുപോലത്തെ കാര്യമാണ്. പിണറായി പ്രതിപക്ഷ ആകണം, ആയെങ്കിൽ മാത്രമേ ഈ തലതല്ലി പൊട്ടിച്ച AD തോമസ് എല്ലാം ഇപ്പുറത്തെ ഭരണകക്ഷി ബെഞ്ചിൽ, ട്രഷറി ബെഞ്ചിൽ ഇരിപ്പുണ്ടല്ലോ. അതെ, അവർക്ക് തീർച്ചയായിട്ടും മറുപടി. അതുപോലെ രമയുടെ ഒക്കെ മുമ്പ് ഇയാള് രമയുടെ മുമ്പ് ഇരിക്കുന്നുണ്ട്. ഇതായിട്ട് ഇനി രമ എങ്ങാനും കർഷകാലത്ത് ഡെപ്യൂട്ടി സ്പീക്കറോ വല്ലോ ആയിപ്പോയെങ്കിൽ പുള്ളി സഭയിൽ വരില്ല, സാറെന്ന് വിളിക്കേണ്ടി വരില്ലേ? അതോടെ പ്രതിപക്ഷ നേതാവ് പദവി അദ്ദേഹം ഒഴിയും. അതാണ് സംഭവിക്കുന്നത്. ശരിക്കും പിണറായി വിജയൻ ധർമ്മസങ്കടത്തിലാണ്. അത് ധർമ്മടത്തെ MLA മാത്രമല്ല, അത് ധർമ്മസങ്കടത്തിലാണ്. കാരണം അദ്ദേഹം കാരണം പോയ ഒരു ഭരണം, എന്നിട്ട് വീണ്ടും അദ്ദേഹം തന്നെ ഈ ടീമിനെ നയിച്ച് ഇപ്പുറത്ത് വന്നിരിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. സ്വന്തം പാർട്ടിക്കാർക്ക് ഇത് ഈ വിന എങ്ങനെ ഒഴിഞ്ഞു പോയാൽ മതി എന്നാണ് അവർ പറയാൻ പറ്റില്ലല്ലോ അവർക്ക്. അപ്പൊ ഇതിനകത്ത് ബാലഗോപാലാണ് ഉചിതം എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിന്. പക്ഷെ അതിന് വേറെയുള്ള പേരദോഷം, അദ്ദേഹം ഒരു സൗമ്യനാണെന്നുള്ളതാണ്, സൗമ്യം പോരെന്നാണ്, അല്ല ഈ പോരാളിയാണെന്നാണ്. അതായത് CPM-കാർക്കുള്ള പതിവ് ധാർഷ്ട്യവും കക്ഷത്തിൽ തേങ്ങ വെച്ചോണ്ടുള്ള നടപ്പും അതൊന്നുമില്ല. ഇവർക്കെല്ലാം കക്ഷത്തിൽ തേങ്ങയുണ്ട്, അത് വെച്ചോണ്ടുള്ള നടപ്പൊന്നുമില്ല. അപ്പോൾ ഇതേ ഒരു സാധാരണ ഒരു മനുഷ്യനാണ് ബാലഗോപാൽ. അപ്പോൾ ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്നും പറഞ്ഞ് CPI ബഹളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അത് കൊടുത്തില്ലെങ്കിൽ അവന്മാർ ആകെ 7-8 പേരേ ഉള്ളൂ, അപ്പുറത്ത് ഇപ്പോൾ മാറിയിരിക്കും. പ്രത്യേക വിഭാഗമായിട്ട് ചിലപ്പോൾ മാറി. മാത്രമല്ല വേറൊരു വിഷയം കൂടെ ഉണ്ട്. CPI എന്ന് പറഞ്ഞാൽ മൊത്തം സൗമ്യന്മാരാണ്. അതെ, AP പ്രസാദനൊക്കെ പറയുന്നത് വളരെ മാന്യന്മാരായ നല്ല ശാന്തസ്വഭാവക്കാരാണ് അവിടെയുള്ളത്. അതാണ്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഈ അക്രമാസക്തരായ പ്രതിപക്ഷ നേതാക്കളെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ഈ പറയുന്ന പ്രതിപക്ഷം ഇത്തവണ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റും. ആകെ 35 പേരേ ഉള്ളൂ. അവിടെ 102 പേര് ഇരിക്കുകയാണ്. 102 പേര് അപ്പുറത്തിരിക്കുക. ഇവിടെ ഒന്നും നടക്കുകയല്ല. ഇനി നിയമസഭയെ പൊട്ടിക്കാനോ ഒന്നുമില്ല. അപ്പം എന്താണെങ്കിലും പിണറായി വിജയന് സ്വന്തമായിട്ട് പുള്ളി പറയത്തില്ല എനിക്ക് ആകണമെന്ന്. കാരണം അങ്ങനെ പറയാനും പറ്റില്ല. പക്ഷേ പോളിറ്റ് ബ്യൂറോയിൽ നമുക്കറിയാമല്ലോ, ഇടത് വർഷത്തെ രീതി അറിയാമല്ലോ. എനിക്ക് സ്ഥാനം വേണമെങ്കിൽ ഞാൻ ബഷാനെ കൊണ്ട് പറയിപ്പിക്കും. അതാ മനസ്സിലായി. അതാണ് ഇതിപ്പം പിണറായിയെ കൊണ്ട് പറയിപ്പിച്ചാൽ പോലും ആരെങ്കിലും ഒരുത്ത എതിർത്താൽ മതി. ഇയാൾ വേണ്ടാന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ പുള്ളി ഇനിയിപ്പോൾ പഴയതുപോലെ അങ്ങനെ പറയാതിരിക്കാനും പറ്റത്തില്ല. ആൾക്കാർ പറയും. പിന്നെ ആൾ ഇനിയിപ്പോൾ പറയും. കാരണം പിടിപെട്ടു പോയല്ലോ. ഇനിയിപ്പോൾ നേരെ പറയാം. കാര്യം ഇനി എന്ത് ചിന്തിക്കുക? നാട്ടുകാർ മുന്നിൽ മുഴുവൻ പൊളിഞ്ഞിണങ്ങിയില്ലേ. ഇനി എല്ലാവരും വിമർശിക്കും. ഈ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ രൂക്ഷമായി വിമർശിക്കുന്നത് ഉറപ്പാണ്. നമ്മുടെ P. ജയരാജനും ചിറ്റപ്പനും എല്ലാം കൂടെ ഇറങ്ങി വൻ ആക്രമണമായിരിക്കും. എന്തായാലും പിണറായി വിജയനാകുമോ ബാലഗോപാലാകുമോ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം. ഇന്നത്തെ ചർച്ചയിൽ ആ വിവരങ്ങൾ അറിയാൻ സാധിക്കും.